ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. കോവയ്ക്ക ഇങ്ങനെ രണ്ടാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും. എരിവ് അനുസരിച്ചിട്ട് മുളകിൽ മാറ്റം വരുത്താം. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച കോവയ്ക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സിമ്മിലിട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നാളികേരം ചിരവിയത് ചേർക്കാം. 1/2 കപ്പോളം നാളികേരം ചിരവിയതാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.